ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ മാർക്കറ്റ് ന്യൂസിൽ കടക്കാം. 2 ദിവസത്തെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ഇന്ന് എല്ലാ സെക്ടേഴ്സും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇന്ന് 23,592 ക്ലോസ് ചെയ്തപ്പോൾ 105 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 367 പോയിൻറ്റ്സ് ഉയർന്ന് 51,576 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 193 പോയിൻറ്റ്സ് ഉയർന്ന് 51,839 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 183 പോയിൻറ്റ്സ് ഉയർന്ന് 16,120 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് എബോവ് 1% റാലി നടത്തി. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 13.30 സെൻസെക്സ് ഇന്ന് 318 പോയിൻറ്റ്സ് ഉയർന്ന് 77,606 ക്ലോസ് ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞു. ഹീറോ മോട്ടോകോപ്പ് 3.13% റാലി നടത്തി. ബജാജ് ഫിൻസർ 2.86%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 2.78%, NTPC 2.64%, BPCL 2.19%, അദാനി എൻ്റർപ്രൈസ് 2.18%, HDFC ലൈഫ് 2.03%, L&T 1.89%, ടാറ്റ കൺസ്യൂമർ 1.85% ആൻഡ് ട്രെൻഡ് 1.75% റാലി ഇന്ന് നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് ടാറ്റ മോട്ടോഴ്സ് 5.47% വലിയൊരു ഇടിവാണ് കണ്ടത്. സൺഫാർമ ഇന്ന് 1.4% ഇടിഞ്ഞു. ഏഷ്യ മോട്ടോഴ്സ് 1.04%, അപ്പോളോ ഹോസ്പിറ്റൽ 0.76%, ഭാരതി എയർടെൽ 0.72%, കോട്ടക് മഹീന്ദ്ര 0.44%, M&M 0.30%, മാരുതി 0.29%, ടാറ്റ സ്റ്റീൽ 0.29% ആൻഡ് ഡോക്ടർ റെഡ്ഡി 0.27% ലോസ് ആണെന്ന് കണ്ടത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഏപ്രിലിൽ നിഫ്റ്റി 22,604 നിന്നത്. അവിടുന്ന് ഇന്ന് 23,591 എത്തിയപ്പോൾ 4.37% പ്രോഫിറ്റാണ് ലാസ്റ്റ് 12 മന്ത്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,591 ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോൾ 0.64% ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,658 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,668 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,486 ക്ലോസ് ചെയ്തു. ഇന്ന് തേഴ്സ്ഡേ 23,591 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,382 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,537 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ്, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടറുകൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടേഴ്സും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓട്ടോ എന്ന് 21,516 ക്ലോസ് ചെയ്തപ്പോൾ 226 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി ഇന്ന് 477 പോയിൻറ്റ്സ് ഉയർന്ന് 3,682 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,011 ക്ലോസ് ചെയ്തപ്പോൾ 181 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 53,276 ക്ലോസ് ചെയ്തപ്പോൾ 288 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഇന്ന് 30 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 13,745 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 53 പോയിൻറ്റ്സ് ഉയർന്ന് 8,481 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 37,548 ക്ലോസ് ചെയ്തപ്പോൾ 211 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 22 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടപ്പോൾ 1509 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 9159 ക്ലോസ് ചെയ്തപ്പോൾ 62 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 141 പോയിൻറ്റ്സ് ഉയർന്ന് 10,552 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,275 ക്ലോസ് ചെയ്തപ്പോൾ 85 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ടു. നിഫ്റ്റി PSU ബാങ്ക് 6296 ക്ലോസ് ചെയ്തപ്പോൾ 153 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 11 പോയിൻറ്റ്സ് ഉയർന്ന് 863 ക്ലോസ് ചെയ്തത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ GDP ഡേറ്റ UK നാളെ വരുന്നുണ്ട് 28 മാർച്ചിന്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. എല്ലാവർക്കും ബൈ, നമസ്കാരം.